കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്? ജനിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട്. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള സമയം അവൻ്റെ ജീവിത കാലഘട്ടത്തിൽ മനുഷ്യൻ അറിയേണ്ടതാണിത്. മനുഷ്യൻ ത്രിയേകനാണ്. അവന് ആത്മാവുണ്ട്, ദേഹിയുണ്ട്, ശരീരമുണ്ട്. ശരീരത്തിലാണ് അവൻ വസിക്കുന്നത്. മനുഷ്യൻ ആത്മാവാണ്, ദൈവവും ആത്മാവാണ്. അപ്പോൾ ആത്മാവാകുന്ന ദൈവത്തോട് കണക്റ്റഡ് ആകാനാണ് ദൈവം മനുഷ്യന് ആത്മാവിനെ നൽകിയിരിക്കുന്നത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൽ ദൈവം പൂഴി കൊണ്ട് മനുഷ്യൻ്റെ ഭാഗ്യരൂപം ഉണ്ടാക്കിയിട്ട് ദൈവത്തിൻ്റെ ജീവശ്വാസമാണ് മനുഷ്യൻ്റെ മൂക്കിൽ ഊതിയത്. അപ്പോഴാണ് അവന് വ്യക്തിത്വം ഉണ്ടായത്, അവന് ആളത്വം ഉണ്ടായത്. അവന് വികാരങ്ങളും ചിന്തകളും സങ്കല്പങ്ങളും ബുദ്ധിയും ഓർമ്മയും ശ്രദ്ധയും ഒക്കെ ഉണ്ടായത് അപ്പോഴാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജീവശ്വാസത്തിൻ്റെ അംശമായി ഉളവായതാണ് മനുഷ്യൻ്റെ ദേഹിയും അവൻ്റെ ആത്മാവും. അവൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നതാണ് അവൻ്റെ ദേഹി. പലരും ചിന്തിക്കുന്നത് മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ദേഹിയും മരിക്കുന്നെന്നാണ്. ഒരിക്കലുമില്ല, അങ്ങനെ സംഭവിക്കുന്നേയില്ല. യേശുവിനെ രക്ഷകനും കർത്താവും ദൈവമായി അംഗീകരിച്ച് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ഭക്തൻ മരിക്കുമ്പോൾ തൻ്റെ മൺകൂടാരമായ ശരീരം വിട്ട് അവൻ്റെ ദേഹിയും ആത്മാവും ക്രിസ്തു വസിക്കുന്നിടമായ സ്വർഗീയ പ്രതീക്ഷയിൽ പ്രവേശിക്കുന്നു. മനുഷ്യൻ്റെ ആത്മാവിനെയും പ്രാണനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഏതൊരു ഭക്തനും അങ്ങനെ ഇഷ്ടപ്പെടും. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5:8, ഫിലിപ്പിയ ലേഖനം 1:22 മുതൽ വായിച്ചാൽ നമുക്കത് മനസ്സിലാകും. എന്നാൽ ദൈവത്തെ ആരെന്നറിയുകയോ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുകയോ ചെയ്യാതെ അവസരങ്ങൾ കിട്ടിയാലും അത് തള്ളിക്കളയും ചെയ്യുന്ന മനുഷ്യൻ, അവൻ മരിച്ചുപോയാൽ അവൻ്റെ ദേഹിയും ആത്മാവും പാതാളത്തിൽ യാതനാസ്ഥലത്ത് ചെല്ലുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം വായിക്കുമ്പോൾ ആ യാതനാസ്ഥലത്ത് കിടക്കുന്ന മനുഷ്യൻ നിലവിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ കരയുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, വെള്ളം ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കാണുന്നു. അപ്പോൾ കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു. തൻ്റെ അവസ്ഥ തൻ്റെ സഹോദരന്മാർക്ക് വരരുതെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ പാതാളത്തിൽ ലാസറിൻ്റെ ദേഹിയും ആത്മാവുമാണ് പീഡ സഹിക്കുന്നത്. ഭൂമിയിൽ വെച്ച് തങ്ങളുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചു മാനസാന്തരപ്പെടുവാനുള്ള ഏക മാർഗമാണ് സുവിശേഷ കേൾവി. ഈ സുവിശേഷ കേൾവിയിലൂടെ ക്രിസ്തുവിനെ അറിയുന്നു. അപ്പോൾ ക്രിസ്തുവിനെ കൂടാതെ ഒരു മനുഷ്യൻ്റെയും ദേഹിയും ആത്മാവും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ല.